നമ്മളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലത്തെ കിച്ചൺ സ്പോഞ്ചുകൾ കൊണ്ടാണ് നമ്മൾ പല ജോലികളും ചെയ്യുന്നത്. സ്പോഞ്ച് മാത്രം കൊണ്ട് ഞാൻ ടിപ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു അടിപൊളി വീഡിയോ ചെയ്ത് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു നല്ല വീഡിയോ ആയിരുന്നു. അതിൽ കാണിക്കാത്ത നല്ല കിടിലൻ സൂപ്പർ ടിപ്സുകളാണ് കേട്ടോ. പല ജോലികളും ബുദ്ധിമുട്ടായിട്ടുള്ള നമുക്ക് പ്രയാസകരമായിട്ടുള്ള ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മളുടെ മുതിര വെച്ചിട്ട് 2 കിടിലൻ ടിപ്പുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. മുതിര എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെ ആരോഗ്യത്തിന് അത്ര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മുതിര. നമ്മളെ നിത്യജീവിതത്തിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു എന്താണ് റെസിപ്പി നമ്മൾ കഴിച്ചിരിക്കണം. എന്തെങ്കിലും ആയിട്ട് തോരനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത്. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമ്മളെ കറികളിൽ ടേസ്റ്റ് കുറവുള്ള സമയങ്ങളിൽ മുതിര ഇതുപോലെ പൊടിച്ചു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുതിര, കറിവേപ്പില, ഒരു നുള്ളു കായം, 1/4 ടീസ്പൂൺ മാത്രം കായപ്പൊടി ഇട്ട് നല്ലതുപോലെ പൊട്ടുന്നത് വരെയും വറുത്ത് പൊടിച്ച് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഞാൻ ഇപ്പോൾ ആഴ്ചയിലാണ് ചെയ്യണം. കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആകുന്നില്ല എന്ന് തോന്നിയോണ്ട് ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ഈവൻ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും, ചിക്കൻ ആകട്ടെ മീനാകട്ടെ, എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഈ ഒരു പൊടി ഒരു നുള്ള് ചേർത്ത് നോക്കുക കേട്ടോ. എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എന്തൊരു ഫ്രൈയിലും നിങ്ങൾക്ക് ഇപ്പോൾ ടേസ്റ്റ് കുറവ് തോന്നുന്ന എന്തൊരു കാര്യത്തിലും ഒരു നുള്ളി ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ടേസ്റ്റ് മേക്കറൊന്നും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമേ ഇല്ല. ഇതുപോലുള്ള നമ്മളെ ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ പറ്റും. ഇപ്പം മാഗിൻ്റെ ടേസ്റ്റ് മേക്കറൊക്കെ നമുക്ക് കിട്ടും അല്ലേ. പക്ഷെ അതൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫിഷ് കറിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയിലിടാം, സാമ്പാറിലിടാം, രസത്തിലിടാം. ഒരു എന്താ പറയുക, നമ്മളുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടിയെടുക്കാനായിട്ട് കറികളിലെയും എല്ലാത്തിലും ടേസ്റ്റ് നല്ല രീതിയിലാക്കാനായിട്ട് ഈ ഒരു പൊടി ഇടുന്നത് കൊണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ല ഗുണമാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഈ മുതിരയും അതുപോലെ തന്നെ കറിവേപ്പിലയും കായവും നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 നിങ്ങൾ എത്രയാണ് ആവശ്യം അതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പിങ്ക് സാൾട്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി. പൊടി ഉപ്പിടരുത്, കല്ലുപ്പിടുക. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ചൂടാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടുന്നത് വരെയും ചൂടാക്കേണ്ട കാര്യമില്ല. ഒരു നമ്മളെ ശരീരത്തിൽ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് വരുമ്പം നമുക്കത് ഇറക്കി വെച്ച് ഒരു കിഴി കെട്ടാം കേട്ടോ. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചിലപ്പോൾ പെട്ടെന്ന് സഡൻ നമ്മളൊന്ന് വീണ് ഉളുക്കി അല്ലെങ്കിൽ നീരുവീഴ്ച കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേദനകൾ, ചിലപ്പോൾ ചിലവർക്ക് എന്താ പറയുക, ചില സമയങ്ങളിൽ ഓരോ ജോയിൻറ്റ് പെയിനൊക്കെ വരും. ഇപ്പോൾ വാതസംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്കാണെങ്കിലും ജോയിൻറ്റ് പെയിൻ വളരെ അധികമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് മാറ്റുന്നതിനേക്കാളും നല്ലത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേദന അവിടെ ഒന്ന് ഈ ഒരു ചൂട് വെച്ച് കൊടുത്താൽ മതി. ഈ ചൂട് പോകുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രമേ ഇപ്പോൾ നമ്മളുടെ മുട്ടുവേദനയാകട്ടെ, നടുവേദന ആകട്ടെ, പുറം വേദന ആകട്ടെ, ഈവൻ നമ്മളുടെ ഉപ്പുറ്റി വേദനയില്ലേ അതിനും നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നീരൊക്കെ ഉണ്ടെങ്കിൽ നീരിലൊക്കെ ഇത് വെച്ച് കൊടുത്തതിനാൽ പെട്ടെന്ന് തന്നെ ആ നീര് പോയി കിട്ടുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മളുടെ കിച്ചൺ സ്പോഞ്ച് കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ടിപ്പുകളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൊണ്ട് ഫ്രിഡ്ജിൽ ഇതുപോലെ കൊണ്ട് വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. സൂപ്പറാണ്. നമ്മളുടെ ഫ്രിഡ്ജിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല് പോയി കിട്ടും. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളാണെങ്കിലും എന്ത് സാധനങ്ങൾ വെച്ചാലും അത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതായിട്ട് കാണില്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ വൈപ്പറിൻ്റെ എന്തെങ്കിലും ഒരു കോലെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ
സാധാരണ നല്ല നീട്ടമുള്ള ഏതൊരു കോലെടുത്താലും മതി. എന്നിട്ട് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. എത്രത്തോളം വേണമോ അത്രത്തോളം ഇട്ട് കൊടുക്കുക. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഹാങ് ചെയ്തെടുക്കുന്ന എന്താണ് പറയുക, ഷോ ആയിട്ടുള്ള ബൾബുകൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ മാറാല മൂലയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക, മാറാല ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുക. ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആരെ സഹായം ഇല്ലാതെ തന്നെ കേട്ടോ. മുക്കും മൂലയും ക്ലീനായി എടുക്കാനായിട്ട്. ഇത് കണ്ട, ഈ ഒരു മൂലയിലാണ് കൂടുതൽ എട്ടുകാലികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലെ നമ്മളുടെ ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ അലക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പൂട പോലെ ഒരു ഇതുപോലെ പിടിക്കും അല്ലേ. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ഒരു അടിപൊളി ടിപ്പും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി കഴുകുമ്പോൾ ചെയ്യേണ്ട ഒരു കിടിലൻ ടിപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതും ചെയ്തു നോക്കുക. ഇതിപ്പോൾ നമ്മൾ അറിയാതെ ഇതുപോലെ നമ്മളുടെ ഏതെങ്കിലും ഇപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഇപ്പോൾ കാർപ്പറ്റിലാണെങ്കിലും സോഫയിലാണെങ്കിലും ഇതുപോലെ ഈ ഒരു പൂട, ഇപ്പം പെറ്റിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ പൂട കളയുവാനും അതിൻ്റെ ആ ഒരു രോമമൊക്കെ ഇല്ലേ അത് കളയാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ആ ഒരു സ്പോഞ്ച് കൊണ്ട് തുടച്ച് മാറ്റിയാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കളയാനായിട്ട് സാധിക്കും. ചെയ്തു നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മൂന്നായിട്ട് മുറിക്കുന്നുണ്ട്. ഈ ഒരു ക്ലീനിങ് ടിപ്പ് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പല സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല രീതിയിൽ നമുക്ക് ഈ ഒരു സ്പോഞ്ച് ക്ലീനിങ് പർപ്പസിനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ 3 വരയാണ് ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് 3 or 4 വര ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ ചട്ടകത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോല് ഇതുപോലെ ഒന്ന് റബ്ബർ ഇട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പുട്ടുകുറ്റി ക്ലീനിങ്. അതുപോലെ തന്നെ നേരിയ ഗ്ലാസ്സുകൾ കുടിക്കുന്ന നമ്മളെ ഗ്ലാസ്സുകളൊക്കെ അല്ലേ, നല്ല ഷോ ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ നല്ല നീണ്ടിരിക്കും. അപ്പോൾ അതൊന്നും കൈയിട്ട് അതിൻ്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വാട്ടർ ബോട്ടിൽ മാത്രം കാണിച്ചു തരുന്നുള്ളൂ. പക്ഷെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫ്ലാസ്ക് ആകട്ടെ, അങ്ങനെ നമ്മളുടെ കൈകൾ കൊണ്ട് കഴുകാൻ പറ്റാത്ത സാധനങ്ങൾ ഈ ഒരു സ്പോഞ്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു സ്പോഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നല്ലതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു വെടവ് പോലത്തെ ഭാഗങ്ങളിൽ വരെയും നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് എത്ര നമ്മൾ ശ്രമിച്ചാലും അതൊന്നും ആകൂലേ. പക്ഷേ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ഈവനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്ലാസ്കൊക്കെ നല്ല തൂവെള്ളയായിട്ട് കിട്ടും കേട്ടോ. നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കേട്ടോ. അടുത്തതായിട്ട് ഞാനിപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പ് വൈറ്റ് ആയതുകൊണ്ട് പാല് വീണ കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് പ്ലേറ്റ് എടുത്തിട്ട് കാണിക്കുന്നത്. ഈ ഒരു പാല് വീണ് കഴിഞ്ഞാൽ നമ്മളുടെ തുണികൾ കിച്ചൺ ടൗല് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തുണി കളയാനേ സാധിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്ര സ്മെല്ലായിരിക്കും. കഴുകി നമ്മൾ മടുക്കും അല്ലേ. എത്ര കഴുകിയാലും ആ ഒരു പാലിൻ്റെ ബാഡ് സ്മെല്ല് അതിൽ നിന്ന് പോവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും ആ ഒരു പാൽ ഇതുപോലെ ഈവണായിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്പോഞ്ച് കഴുകുന്നതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവസാനം ഞാൻ എല്ലാ സ്പോഞ്ചും എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇനി അത് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ കുറേ കഴുകിയാൽ ഇതിൻ്റെ സ്മെല്ല് പോവില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തുണി കൊണ്ട് 10 പ്രാവശ്യം തുടക്കേണ്ട സ്ഥാനത്ത് 2 പ്രാവശ്യം ഇതുകൊണ്ട് തുടച്ചാൽ മതി. അപ്പോൾ എളുപ്പമായില്ലേ എന്ന് ചെയ്തു നോക്കണം. അടുത്തതായിട്ട് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡാർക്ക് ആയിട്ടുള്ള തുണികൾ കഴുകുമ്പോൾ അതിലെ എന്താണ് പറയുക വെള്ളപ്പാട് പോലെ പിടിക്കുക, അതുപോലെ ക്ലീൻ ആകാണ്ടിരിക്കുക. നമ്മൾ കോളറൊക്കെ ക്ലീനാക്കി എടുക്കൽ ഭയങ്കര പണിയാണല്ലോ.
അപ്പം ഈ ഒരു ഡാർക്ക് തുണി എന്നല്ല ഏതൊരു തുണിയും നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇപ്പോൾ ഡാർക്ക് ആകുമ്പോൾ നമ്മളത് കാണും, നമ്മൾ ഇടുമ്പം ആ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ പൂട പോലെ കാണാം, വെള്ള പൂട പോലെ കാണാം. നമ്മളിവിടെ പൂട എന്നിട്ട് പറയണം, പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്. വെള്ള ഒരു ഇത് പിടിച്ച പോലെ കാണൂലേ, അതിനെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ തുണി കഴുകുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഈ ഒരു സ്പോഞ്ച് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആവശ്യത്തിന് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു തുണിയിലുണ്ടാവുന്ന അഴുക്ക് പെട്ടെന്ന് പോയി കിട്ടുവാനും നല്ല പോലെ തന്നെ ക്ലീൻ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു രോമങ്ങളിലെ ആ ഒരു അഴുക്കുകളൊക്കെ ഇതിൽ എടുക്കും കേട്ടോ. ഞാനിവിടെ പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. തുണി കഴുകി അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2-3 ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അല്ല, സാധാ വാഷിംഗ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ഇതിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട്, ആ ഒരു രോമം പോലത്തെ ഇത് വന്നിട്ടുണ്ടെന്ന് കാണാട്ടോ. ഇപ്പോൾ പെറ്റിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ സോഫയിലും മറ്റുള്ള സ്ഥലങ്ങളിലും നമുക്ക് ആ രോമങ്ങളൊക്കെ എടുത്ത് കളയാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ഈ ഒരു പൊടികളൊക്കെ നമ്മൾ തുണിയിൽ പിടിക്കേണ്ട പൊടികളാണ് ഈ ഒരു സ്പോഞ്ചിൽ പിടിച്ചേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഈ നമുക്ക് ആ ഒരു തുണി നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ അടിയിലേക്കും ഈ ഒരു എന്താണ് പറയുക നൂലുകൾ പോയി അതിൽ പെട്ടിരിക്കേയില്ല. എന്താണ് പറയുക, അത് പെട്ടെന്ന് ചീത്താകും. വാഷിംഗ് മെഷീനിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു രോമങ്ങൾ ചെന്ന് പിടിച്ചാണ് അത് സ്റ്റക്കാകാനും അതുപോലെ അഴുക്ക് അടിഞ്ഞു കൂടുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പോഞ്ച് ഇട്ട് കൊടുത്താൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതാണ് കേട്ടോ സംരക്ഷണമാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു രോമം പോയി തടയേയില്ല, അതുപോലെ തുണിയിൽ പിടിക്കില്ല. അതുപോലെ വാഷിംഗ് മെഷീൻ ഈട് നിൽക്കാനായിട്ട് കാലങ്ങളോളം നമുക്ക് വാഷിംഗ് മെഷീൻ നല്ലതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു അഴുക്കൊക്കെ താഴെ പോയി അടിഞ്ഞ് നിന്ന് പിന്നെ നമ്മൾ അടുത്ത തുണി കഴുകുമ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളുടെ തുണിയിലേക്ക് വരും. ആ അഴുക്കിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഓവി കൂടെ അത് വെള്ളത്തിനോടൊപ്പം തന്നെ ഈ ഒരു ഇതൊന്നും പോവില്ല. ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഉണക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഫ്രിഡ്ജ്, നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, 24 മണിക്കൂർ ഓണാക്കി ഇടുന്ന ഒരു സാധനമാണ് അല്ലേ. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സംഭവിച്ച ഒരു കാര്യമാണ്, നമുക്ക് കറണ്ട് ബില്ലിനേക്കാളും ഡബിളായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയാണ് നമുക്ക് കറണ്ട് കൂടുതൽ വന്നേക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫ്രിഡ്ജിൽ നിന്നുമാണ് നമുക്ക് കറണ്ട് കൂടുതൽ വന്നേക്കുന്നത്. കാരണം ഞാൻ ഇവിടെ പ്രൂഫ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് 4ആക്കി മടക്കുക. ഇപ്പോൾ ഫ്രീസറല്ല, താഴെ ഫ്രിഡ്ജിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട്, ടിഷ്യൂ അല്ല അല്ലെങ്കിൽ നേരിയ A4 സൈസ് പേപ്പർ എന്താണെങ്കിലും മതി. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഡോർ അടക്കുക. അടച്ചതിന് ശേഷം കണ്ടില്ലേ ആ ഒരു വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ടിഷ്യൂ പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ വലിക്കുമ്പോൾ തന്നെ ആ ടിഷ്യൂ കീറണ പോലും ഇല്ല, പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റബ്ബർ ലൂസായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പ് പുറത്തേക്ക് പോയിട്ട് ഫ്രിഡ്ജ് കൂടുതൽ കറണ്ട് വലിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഡബിളായിട്ട് കറണ്ട് കാശ് വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ നിയന്ത്രിച്ചു, ഫാൻ ഇടുന്നത് കൂടുതലാണ്, AC ഇടുന്നത് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിയന്ത്രിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എവിടെയോ എന്തോ ഒരു ഫോൾട്ട് ഉണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. ഇനി മേളിൽ ഫ്രീസറിൽ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ അത് വരുന്നില്ല, നല്ല സ്റ്റെക്കായിട്ട് തന്നെ നല്ല കറക്റ്റിന് കണ്ടില്ലേ, വലിച്ചിട്ട് അത് കീറിയും പോകുന്നില്ല, വരുന്നില്ല, അത് ഒരു തരി അനങ്ങുന്നില്ല, കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ആ ഒരു റബ്ബർ മാറ്റി കൊടുക്കേണ്ട സമയമായി. നമ്മളൊരു 2 വർഷം കൂടുമ്പോഴെങ്കിലും ഫ്രിഡ്ജിൻ്റെ റബ്ബർ മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 വർഷത്തിനുള്ളിൽ നമ്മൾ എന്താണെങ്കിലും അത് മാറ്റുക. അപ്പോൾ കറണ്ട് കാശ് നമുക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ 2 വർഷം കൂടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചീത്തായില്ലേന്ന് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ചൊക്കെ കിച്ചൺ സ്പോഞ്ചുകളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും.
പിന്നെ ക്ലീനിങ് മസ്റ്റായിട്ടും 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഇപ്പോൾ പാലിൻ്റെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അപ്പം തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇല്ല നമ്മൾ അല്ലാതെ ഉള്ള സ്പോഞ്ചുകൾ ഒരു 4-5 സ്പോഞ്ച് നമ്മൾ ഇതുപോലെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും വളരെ എളുപ്പമാക്കാൻ പറ്റും കേട്ടോ. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് തിളപ്പിച്ച് ഈ ഒരു സ്പോഞ്ച് ഇട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് കഴുകി ഉണക്കിയെടുത്താൽ മാത്രം മതി. നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ച് ഇതുപോലെ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും കുട്ടികൾക്കും നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. ചെറിയ അസ്വസ്ഥതകളായിരിക്കും ചിലപ്പോൾ വരുന്നത്. അലർജി പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടോ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ എല്ലാ ടിപ്സും സൂപ്പർ അല്ലേ. ആ മുതിരയുടെ ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ വളരെ ടേസ്റ്റും കൂട്ടും കേട്ടോ. നമ്മൾ അജിനമോൾട്ടും അതുപോലെ തന്നെ മറ്റുള്ള ടേസ്റ്റ് മേക്കർ ഒന്നും ഇടാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുറന്ന സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്.